SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിൻ്റെ അഥവാ പേപ്പർ 1ൻ്റെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്തൊരു എക്സാം പോലെ തന്നെ നിങ്ങൾ കാണുക. ശരിക്കും മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് അഥവാ 30 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 30ൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി, 30ഉം സ്കോർ ചെയ്തോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കുകളാണ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ സെറ്റ് ഹിസ്റ്ററിക്കും ജനറൽ പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്, വിത്ത് എക്സ്ട്രാ ഫാക്ട്സുകളും കൂടെ. അപ്പോൾ ഇനി നമ്മുടെ സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും ഒരു PDF ബാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. PDF നോട്ട്സ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് അയച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു നോട്ട്സ് അയച്ചു കൊടുക്കുന്നത്. ചെറിയൊരു എമൗണ്ടിനാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഹിസ്റ്ററി നോട്ട്സിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് എന്ന രൂപത്തിൽ ജനറലിലെ കുറച്ച് നോട്ട്സ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നേരെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ എത്ര സ്കോർ കിട്ടി എന്നുള്ളത്. ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ്ഡ് ബൈ ഐഡിയലിസ്റ്റ്, നാച്ചുറലിസ്റ്റ്, റിയലിസ്റ്റ്, പ്രാഗ്മാറ്റിസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ ഇല്ല, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് പറയുന്നത്. ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ്ഡ് ബൈ ഐഡിയലിസ്റ്റ്, നാച്ചുറലിസ്റ്റ്, റിയലിസ്റ്റ് ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി നാച്ചുറലിസ്റ്റ് ആണ്. ഓപ്ഷൻ ബി നാച്ചുറലിസ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് among the following is not a part of traditional Indian culture? Which among the following is not a part of traditional Indian culture? Dharma and karma, concept of universal consciousness, peace and non-violence, restructuring of values. Not a part of traditional Indian culture. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് എന്നുള്ളതാണ്. റീസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, മ്യൂസിക് ഈസ് എ മോറൽ ലോ. ഇറ്റ് ഗിവ്സ് സൗൾ ടു ദ യൂണിവേഴ്സ്, വിങ്സ് ടു ദ മൈൻഡ്, flight to the imagination, and charm and gaiety to life and to everything. Who stated this? Gandhiji, S. Radhakrishnan, Plato and Rabindranath Tagore. Correct option option C, Plato ആണ് correct option ആയിട്ട് വന്നിട്ടുള്ളത്. Next, concept formation involves abstracting only, generalization only, both abstracting and generalization, neither abstracting nor generalization. Correct option concept formationൽ എന്തൊക്കെ വരുന്നുണ്ട്? both abstracting and generalization. both abstracting and generalization എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ CAT ഫോർ പേഴ്സണാലിറ്റി മെഷർമെൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹോളണ്ട്, സ്കിന്നർ, മുറേ ആൻഡ് ബെല്ലാക്ക്. ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഡിസൈൻഡ് ഓർ ഡെവലപ്ഡ് ബൈ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ബെല്ലാക്ക് ആണ്. ഓപ്ഷൻ ഡി ബെല്ലാക്ക് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മോഡൽ ഓഫ് ഇൻ്റലക്ട് തോണ്ടൈക്ക്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗിൽഫോർഡ്, മൾട്ടിഫാക്ടർ തിയറി ഗോൾമാൻ, ഇമോഷണൽ ഇൻ്റലിജൻസ് ഗാർഡനർ. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത്. എ, അതായത് മോഡൽ ഓഫ് ഇൻ്റലക്ട് വരുന്നത് ഗിൽഫോർഡ് ആണ്. മോഡൽ ഓഫ് ഇൻ്റലക്ട് വരുന്നത് ഗിൽഫോർഡ് അഥവാ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് ഗിൽഫോർഡ്, ആൻഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹൊവാർഡ് ഗാർഡനർ, മൾട്ടി ഫാക്ടർ തിയറി തോണ്ടൈക്ക് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് തന്നെ പോവുക, ആവർത്തിക്കുന്ന ചോദ്യമാണ്. Out of the following, which alternative
shows characteristics of formal operational stage given by Jean Piaget. Characteristics of formal operational stage. Object permanence in children. The child gains an understanding of principles such as conservation. The child acquires reversible thinking ability. Creates several forms of logical thought. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട് എന്നുള്ളതാണ് കറക്റ്റ്. ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫോം ഓഫ് റിസർച്ച് ടിപ്പിക്കലി കണ്ടക്റ്റഡ് ബൈ പ്രാക്ടീഷണേഴ്സ് ടു ഹെൽപ്പ് ദം സോൾവ് ലോക്കൽ പ്രോബ്ലംസ്? Conducted by practitioners to help them solve local problems. Historical research, basic research, action research, experimental research. Correct option, option C, action research. The unsuccessful achievement of certain skills led to inability to perform as expected at certain stages. They are known as developmental. Option A, task, hazards, disorder, stage. Unsuccessful achievement of certain skills lead to inability to perform as expected at certain stages. Correct option. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ടാസ്ക് എന്നുള്ളതാണ്. ഓക്കെ, അൺസക്സസ്ഫുൾ അച്ചീവ്മെൻറ്റ് ഓഫ് സർട്ടൻ സ്കിൽ ലെഡ് ടു ഇന്നബിലിറ്റി ടു പെർഫോം ആസ് എക്സ്പെക്റ്റഡ് അറ്റ് സർട്ടൻ സ്റ്റേജസ്. They are known as developmental task. Okay, next, area of philosophy that deals with nature and the origin of human knowledge is. Area of philosophy that deals with nature and the origin of human knowledge is axiology, metaphysics, epistemology and theology. Correct option, ഓപ്ഷൻ സി, എപ്പിസ്റ്റമോളജി ആണ്. ഓപ്ഷൻ സി, എപ്പിസ്റ്റമോളജി. ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഏരിയ ഓഫ് ഫിലോസഫി എപ്പിസ്റ്റമോളജിയാണ്. നെക്സ്റ്റ്, ഇഫ് ആൻ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈഫ് സ്കിൽ ഡസ് ഹി ഡെമോൺസ്ട്രേറ്റ്? ഓപ്ഷൻ എ, പ്രോബ്ലം സോൾവിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. Correct option, option B, critical thinking. Option B, critical thinking. Next, evolving a human learning society through the advancement of knowledge. Which national agency put forward this vision? Evolving a human learning society through the advancement of knowledge. Which national agency put forward this vision? NEPA, CAPE, CASE, RIE. Correct option, option A, NEPA എന്നുള്ളതാണ്. NEPA എന്നുള്ളതാണ് കറക്റ്റ്. നെക്സ്റ്റ്, കരിക്കുലാർ ഇൻപുട്സ് ആർ ഇംപ്ലിസിറ്റ്ലി പ്രൊവൈഡഡ് to learner by the organization through various means is known as. Curricular inputs are implicitly provided to learner by the organization through various means is known as core curriculum, null curriculum, hidden curriculum and overt curriculum. Correct option, option C, hidden curriculum. Option C, hidden curriculum ആണ് correct answer. ഇത് വെറും മോക്ക് ടെസ്റ്റ് ആണ്, അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ തരാത്തത്. എക്സ്പ്ലനേഷനുള്ള വീഡിയോസ് മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ അടങ്ങിയ വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, 14th ക്വസ്റ്റ്യൻ, കൺസിസ്റ്റൻസി ഓഫ് മെഷറിംഗ് ടൂൾ ഈസ് നോൺ ആസ്. കൺസിസ്റ്റൻസി ഓഫ് മെഷറിംഗ് ടൂൾ ഈസ് നോൺ ആസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അക്യുറസി, വാലിഡിറ്റി, റിലയബിലിറ്റി, ആപ്ലിക്കബിലിറ്റി. 4 കാര്യങ്ങളും ചോദിക്കാറുണ്ട്. സോ ഇതെന്താണ്, റിസർച്ചുമായി ബന്ധപ്പെട്ട് അക്യുറസി, വാലിഡിറ്റി, റിലയബിലിറ്റി, ആപ്ലിക്കബിലിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻസി ഓഫ് മെഷറിംഗ് ടൂൾ ഈസ് നോൺ ആസ്. കൺസിസ്റ്റൻസി ഓഫ് എ മെഷറിംഗ് ടൂൾ ഈസ് നോൺ ആസ്. കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ സി, റിലയബിലിറ്റി. ഓപ്ഷൻ സി, റിലയബിലിറ്റി ആണ്.
Digital audio content distributed over internet is known as. Digital audio content distributed over the internet is known as e-content, podcast, vlogs, digital diary. Correct option. Option B, podcast. Option B, podcast. Digital audio content distributed over the internet is known as podcast. 16th question. 11th November is celebrated as National Education Day of India from 2008, 1961, 1956, 2002. Correct option. Option A, 2008. Correct option 2008 എന്നുള്ളതാണ്. Next, identify the most appropriate strategy for promoting creativity in classroom. Identify the most appropriate strategy for promoting creativity in classroom. Brainstorming, lecturing, peer tutoring, discussion. Correct option. Option A, brainstorming. Option A, brainstorming. Next, 18th question. For assessing the predictive behavior of students, which of the following is the most appropriate test? For assessing the predictive behavior of students, which of the following is the most appropriate test? Diagnostic test, prognostic test, achievement test, performance test. Predictive behavior of students assess ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി, prognostic test. Option B, prognostic test. 19th question. In asynchronous e-learning, communication between the participants occur. In asynchronous e-learning, communication between the participants occur offline, online, face-to-face, virtual environment. Correct option. Option A, offline. Correct option. Option A, offline. Next, which of the following outlines a methodology to rank institution across the country? Which of the following outlines a methodology to rank institutions across the country? NAC, AICTE, NIRF. Correct option. Option D, NIRF. Option D, NIRF. Next, match the following question ആണ്. LMS, RUSA, Evaluation, Counseling. Rating scale, Eclectic, Higher Education, Moodle. Correct option. Option B ആണ് കറക്റ്റ്. എ LMS എന്നുള്ളത് വരുന്നത് മൂഡിൽ എന്നുള്ളതാണ്. റുസ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ് ഇവാലുവേഷൻ വരുന്നത് റേറ്റിംഗ് സ്കെയിലാണ്. ദെൻ കൗൺസിലിംഗ് വരുന്നത് എക്ലെക്റ്റിക് ആണ്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. LMS മൂഡിലാണ്, റുസ ഹയർ എഡ്യൂക്കേഷനാണ്, ഇവാലുവേഷൻ റേറ്റിംഗ് സ്കെയിലാണ്, കൗൺസിലിംഗ് എക്ലെക്റ്റിക് ആണ്. അപ്പോൾ LMS എന്താണ്, റുസ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. First one, planning is the essential requirement for a good administration. Educational administration involves optimum use of resources. One only, two only, both one and two, neither one nor two. Correct option വരുന്നത് ഓപ്ഷൻ സി, ബോത്ത് വൺ ആൻഡ് ടു. രണ്ട് ഓപ്ഷൻസും ശരിയാണ്. പ്ലാനിങ് ഈസ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഓപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. നെക്സ്റ്റ്, RPWD Act came into force in 1995, 2004, 2009, 2016. Correct option.
Option D 2016. Option D 2016. Reducing the environmental impact of technology is known as. Reducing the environmental impact of technology is known as supercomputing, green computing, e-waste management, carbon emission technology. Correct option ഒരു repeated question ആണ്. Correct option option B green computing. Option B green computing. FIACS stands for. FIACS stands for Flanders Interaction Analysis Category System, Flanders Information Analysis Communication System, Flanders Interaction Analysis Classroom System, Flanders Information Analysis Classroom Strategy. Correct option option A Flanders Interaction Analysis Category System. Flanders Interaction Analysis Category System. The mode of grading where grades are given based on predetermined cutoff level is known as dash grading. The mode of grading എങ്ങനെയുള്ള ഗ്രേഡിംഗ് ആണ്? ഗ്രേഡ്സ് ആർ ഗിവൺ ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് കട്ട് ഓഫ്, ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത ഒരു കട്ട് ഓഫിൽ വെച്ചിട്ട് കൊടുക്കുന്ന ഗ്രേഡിംഗ്. പെർമനൻറ്റ് ഗ്രേഡിംഗ്, ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, ടെമ്പററി ഗ്രേഡിംഗ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഓപ്ഷൻ ബി ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. നെക്സ്റ്റ്, which of the following is not true in case of institutional planning? Not true ആണ് ചോദിച്ചിട്ടുള്ളത്. Consider felt needs, optimum utilization of resources, prepared by a particular institution, limited utilization of resources. Correct option option B. Option B optimum utilization of resources. Optimum utilization of resources. Classroom management is imposing discipline, punishing the students in classroom, allow student freedom in classroom, providing safe and comfortable learning environment. Classroom management is option D providing safe and comfortable learning environment. In educating the differently abled student, IEP is IEP Integrated Education Program, Inclusive Education Package, Individual Education Plan, Interesting Educational Program. Option C Individual Education Plan. Option C Individual Education Plan. Identify the correct order of the following stages related to Erikson's psychosocial development theory. Autonomy versus shame and doubt, identity versus role confusion, initiative versus guilt, industry versus inferiority. Correct option വരുന്നത് ഓപ്ഷൻ ഡി 1 3 4 2 എന്നുള്ള ഓർഡറാണ്. 1 autonomy versus shame and doubt, then initiative versus guilt, then industry versus inferiority, at last identity versus role confusion. ഓക്കെ, അപ്പോൾ 30 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 30 മാർക്കും കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്